ഹായ്. വീട്ടിലുള്ള ക്യാൻസർ രോഗിയെ വീട്ടിലുള്ളവർ പരിചരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്യാൻസർ രോഗിയെ പരിചരിക്കുന്നത് വലിയ ഒരു മാനസിക യാത്ര തന്നെയാണ്. രോഗിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ രോഗിയെ നോക്കുന്ന കെയർ ഗീവറുടെ ആരോഗ്യവും അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ വീട്ടിൽ രോഗിയെ പരിചരിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ഷെയർ ചെയ്ത് പങ്കിട്ട് പലർക്ക് പല പല ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ രോഗിയെ നോക്കുന്ന വീട്ടിലുള്ള കെയർ ഗീവർ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ വിശ്രമവും ഇടവേളയും എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ നോക്കുന്നത് എപ്പോഴാണ് ഒരു പ്രൊഫഷണലായ ഹോം നേഴ്സിൻ്റെ സഹായം ക്യാൻസർ രോഗിയെ പരിചരിക്കാൻ നമുക്ക് ആവശ്യം വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. ക്യാൻസർ രോഗിയെ പരിചരിക്കുമ്പോൾ വീട്ടിൽ പരിചരണം നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും രോഗിയുടെ ഭക്ഷണം, ആസ്പത്രി സന്ദർശനങ്ങൾ അല്ലെങ്കിൽ മരുന്ന് തുടങ്ങിയ എല്ലാ കാര്യം ഒരാളിൽ തന്നെ നിക്ഷേപിക്കുന്നത്, എല്ലാ ഉത്തരവാദിത്തം ഒരാൾക്ക് തന്നെ കൊടുക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് എക്സോസ്റ്റ് ആവാനും പെട്ടെന്ന് ക്ഷീണിക്കാനും മടുപ്പ് വരാനും കൂടുതൽ കാര്യമായിരിക്കും. അപ്പോൾ ഓരോ കാര്യം വീട്ടിലുള്ള പല മെമ്പേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് മരുന്ന് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരാളിൽ മാത്രം ഏൽപ്പിക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് ആളില്ലെങ്കിൽ തന്നെ ഉച്ചത്തെ മരുന്ന് ഇന്ന സമയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ച് അത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഭക്ഷണം കുക്ക് ചെയ്യുന്നത് ആരാണ്, ഭക്ഷണം കൊടുക്കേണ്ടത് ആരാണ്, ഇങ്ങനെയുള്ളതിനൊക്കെ കൃത്യമായി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. അതായത് കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ അവർക്ക് ഓരോരുത്തർക്കും ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായി ആസ്പത്രി, ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോവുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ബൈസ്റ്റാൻഡറായി നിൽക്കുക. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരാളെ അതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുക ഫാമിലിയിലുള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ക്യാൻസർ രോഗികൾക്ക് കൂടുതൽ ആളുകൾ എൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അത് അവർക്ക് നല്ലൊരു മാനസിക പിന്തുണ കിട്ടുന്നതാണ്. എപ്പോഴും മരുന്നിൻ്റെ കാര്യം ഒരാളിൽ തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസുകൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എങ്ങനെയാണ് മരുന്നുകൾ ഇത് കൃത്യമായി ഒരാൾ തന്നെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളുടെയും വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കും ചെറിയ ചെറിയ ടാസ്കുകൾ, ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് അവരെയും ഈ കെയറിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ക്യാൻസർ രോഗികൾ എപ്പോഴും ഒറ്റപ്പെട്ടു, ഞങ്ങൾക്ക് ഇനി ജീവിതമില്ല, എല്ലാവരെയും അവഗണിച്ചു എന്നൊരു ഫീലിംഗ് അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും. എപ്പോഴും അവരുടെ കെയറിൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സും പരമാവധി ആളുകൾ ഉൾക്കൊള്ളിക്കുന്നത് പേഷ്യൻറ്റിനും വളരെ നല്ലതാണ്. അവർക്കൊരു പോസിറ്റീവ് ഫീല് കിട്ടാനും ഒരു നല്ല രീതിയിൽ അവരുടെ റിക്കവറിക്കും അത് ഏറ്റവും സഹായകരമാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുത്ത പോയിൻ്റാണ് വീട്ടിലുള്ളവർ, അതായത് ഫാമിലിയിലുള്ള പേഷ്യൻറ്റിനെ നോക്കുന്നവർ ഇടവേളയും അല്ലെങ്കിൽ വിശ്രമവും എടുക്കുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്. എപ്പോഴും ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാതെ അവർക്കൊരു റെസ്റ്റും ഇല്ലാതെ അവരുടേതായ ഒരു ടൈം, ഒരു മീ ടൈം ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും കെയർ ഗിവർ ബേൺ ഔട്ട് എന്ന സിറ്റുവേഷനിലേക്ക് മാറും. മാനസികമായി തകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അവർക്കൊരു ബ്രേക്ക് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 20 to 30 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. ഇപ്പോൾ രാത്രിയിൽ ഉള്ള സമയത്ത് രാത്രിയിലെ റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്ക് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അത് ഒരു നല്ല രീതിയിലുള്ള, അതായത് എപ്പോഴും കെയർ ഗീവറിൻ്റെ, അതായത് നോക്കുന്ന ആളുടെ ആരോഗ്യം വളരെ പ്രാധാന്യമാണ്. അല്ലെങ്കിൽ അത് രോഗിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബ്രേക്കുകൾ കൊടുക്കുക, അവർക്ക് അവരുടേതായ ഒരു സമയം നൽകുക. അവർക്ക് ഫോൺ വിളിക്കാനും അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിനൊക്കെ കൃത്യമായി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് എപ്പോഴാണ് പ്രൊഫഷണലായ ഒരു ഹോം നേഴ്സിൻ്റെ സേവനം തേടേണ്ടത്. അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് ക്യാൻസർ രോഗികളുടെ വേദന വീട്ടിലുള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അൺകൺട്രോൾഡായി പോവുക ആണെങ്കിൽ നിർബന്ധമായും ഒരു പ്രൊഫഷണലായ ഒരു നേഴ്സിൻ്റെ സേവനം കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സിറ്റുവേഷൻ ബുദ്ധിമുട്ടിലേക്ക് മാറും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അടുത്തുള്ള പാലിയേറ്റീവ് കെയർ ടീമുമായി സംസാരിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. അടുത്ത ഒരു സിറ്റുവേഷൻ ടൈമാണ് എപ്പോഴാണ് പ്രൊഫഷണൽ കെയർ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 24 മണിക്കൂറും സപ്പോർട്ട് വേണ്ട രീതിയിലേക്ക് രോഗി മാറുക.
കാരണം രോഗിയുടെ അടുത്ത് നിന്ന് മാറാൻ പറ്റില്ല. ഫുൾ ടൈം ഒരാൾ കൂടെ വേണം എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫാമിലിയിലുള്ളവർക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടായിന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ കൃത്യമായി ഒരു 24 അവർ ഉള്ള ഒരു ഹോം നഴ്സിംഗ് സർവീസ് ഓപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നാവും. അല്ലെങ്കിൽ ഒരു ഇപ്പം എത്രയൊക്കെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വീട്ടിലുള്ളവർ നിന്നാലും അത് അത്രത്തോളം ഫലവത്താവണമെന്നില്ല. മൂന്നാമതായി എപ്പോഴാണ് പ്രൊഫഷണൽ ഹോം നേഴ്സിൻ്റെ സാഹചര്യം വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കുടുംബം മാനസികമായി തളർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരുപാട് നാളായി മാനസികമായി തളരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ എപ്പോഴും ഒരു കൗൺസിലിംഗ് തേടുന്നത് നന്നായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു സപ്പോർട്ട്, മറ്റുള്ളവരുടെ സപ്പോർട്ട് തേടുന്നത് ഒട്ടും ഒരു കുറച്ചിലായി കാണേണ്ട കാര്യമില്ല. അത് ഒരു അത്യാവശ്യമായി, നിർബന്ധമായി, ആവശ്യമുള്ള കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ മറ്റൊരാളുടെ കാര്യങ്ങൾ, അതായത് മാനസികമായി ബേൺ ഔട്ട് ആവും, അല്ലെങ്കിൽ തളർന്നു, ഇനി മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എത്ര നാളെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ഹോം നേഴ്സിൻ്റെ സാഹചര്യം, അതായത് സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മളെപ്പോഴും എടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാൻസർ രോഗികളെ നോക്കുന്നതിൻ്റെ, അതായത് പരിചരണം നൽകുന്നതിൻ്റെ ചുമതല ഒരു വ്യക്തിയുടെ മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എപ്പോഴും രോഗിയെ നോക്കുന്നവരുടെ, അതായത് ഫാമിലി കെയർ ഗീവറിൻ്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകണം. എപ്പോഴെങ്കിലും അവരുടെ ആരോഗ്യത്തിന് കുറവ് വരികയോ അവരുടെ മാനസിക ഉല്ലാസത്തിന് സമയം കിട്ടാത്തവരെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം രോഗിയെയും കൃത്യമായി ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ കൃത്യമായി അവർക്ക്, ഈ ഫാമിലിയിലുള്ളവരാണ് നോക്കുന്നത്, അവർക്ക് കൃത്യമായി ബ്രേക്കുകൾ നൽകുക, അവർക്ക് ഡ്യൂട്ടികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെ ഒരാൾക്ക് കൊടുക്കുക, മരുന്ന് ഒരാളെ ഏൽപ്പിക്കുക, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സെപ്പറേറ്റ് ഫാമിലി മെമ്പേഴ്സ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതൊരു കൂട്ടുത്തരവാദിത്തമാക്കി കൊണ്ടുവന്നാലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ. അല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. വീട്ടിലിപ്പോൾ അത്ര പേര് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, എല്ലാവരും പുറത്താണ്, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നിർബന്ധമായും ഒരു നല്ല പ്രൊഫഷണലായ ഒരു ഹോം നേഴ്സിൻ്റെ സർവീസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ എം റോബിൻ ഫ്രം ബീബറി കെയർ.